ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രിക്ക് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് മാറിക്കിട്ടിയിരിക്കുന്നത് രേവതിക്ക് ഒരുപാട് സന്തോഷമായി. അതുപ്രകാരം നമ്മുടെ രേവതി നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഓരോ വാക്കുകൾ ഇങ്ങനെ കേൾക്കുകയാണ് രേവതി. സത്യത്തിൽ രേവതിക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പോഴാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ രേവതിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ രേവതിയുടെ സന്തോഷവും സമാധാനവും ഒന്നും വരാറായിട്ടില്ല. ഏതായാലും നമ്മുടെ രേവതിയുടെ കഷ്ടകാലം വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഒന്നുമല്ല, ഇതിനും അപ്പുറം നമ്മുടെ രേവതിക്ക് സച്ചിയുടെ വീട്ടിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് നമ്മുടെ ശ്രുതിയുടെ വിവാഹം കൂടി കഴിയണം. ശ്രുതി ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ട്, അത് നമ്മുടെ ശ്രുതി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സച്ചിനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പാടുന്നത് കേട്ട് രേവതി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആ മനുഷ്യൻ്റെ സ്വഭാവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലമ്മേ. കാരണം ഇപ്പം വേറൊരു സ്വഭാവമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്വഭാവമാണ്. അത് പൂർണ്ണമായിട്ടും അയാൾ ആരാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മോള് വേറൊന്നും ചിന്തിക്കണ്ട. മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഭർത്താവ് തന്നെയാണ്. അത് മോളുടെ പുണ്യമാണ്. നമ്മുടെ അച്ഛൻ തന്നെയാണ് മോൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടു തന്നത്. അച്ഛൻ്റെ ആത്മാവ് തന്നെയാണ് ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടു തന്നതെന്ന് കരുതിയാൽ മതി. മോളുടെ അച്ഛൻ്റെ പ്രാർത്ഥനയായിരിക്കാം ഇങ്ങനെ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിനെ സമാധാനിപ്പിച്ചു. അപ്പോൾ രേവതിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, അതേ മോളെ, എനിക്ക് പൂക്കടയിൽ പോകാൻ സമയമായല്ലോ, അവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുകയായിരിക്കും. ഏതായാലും ഞാൻ പോവുകയാണ്, മോളൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താമ്മേന്ന് ചോദിക്കുമ്പം അതെ അപ്പറേ ആ ഒരു ഹോട്ടലിൽ പൂ കൊടുക്കാനുണ്ട്, ഞാൻ മാല കെട്ടി വെച്ചിട്ടുണ്ട്, മോള് പോകുന്ന വഴിക്ക് ഇതങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താമ്മേ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി നേരെ ഹോട്ടലിലേക്ക് പോവുകയും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി വേറൊരു പ്രശ്നം അവിടെ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ രേവതി ഒരുപാട് നന്ദി പറയാൻ വേണ്ടി ഹൗസ് ഓണറുടെ മുമ്പിലേക്ക് ചെന്നു. അങ്ങനെ ഹൗസ് ഓണർ, അതായത് പോകുന്ന വഴിക്ക് ഇവർ നേരെ പൂക്കടയിലേക്ക് നമ്മുടെ രേവതി ഒരു ഹോട്ടലിലേക്ക് പൂ കൊടുക്കാൻ വേണ്ടി, അതായത് പൂമാല കൊടുക്കാൻ വേണ്ടി പോകുന്ന അതേ സമയത്ത് തന്നെയാണ് ആ ഒരു ഹൗസ് ഓണറിനെ കണ്ടതും. അങ്ങനെ ഹൗസ് ഓണറിനോട് നമ്മുടെ രേവതി ഒരുപാട് നന്ദി പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ നന്ദി പറയാൻ വേണ്ടി ചെന്നപ്പോഴേക്കാണ് രേവതിയോടൊരു കാര്യം അവർ പറയുന്നത്. വേറൊന്നുമല്ല, എല്ലാം കൊള്ളാം, ഞങ്ങൾ ക്ഷമിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഇവിടെ സച്ചി ഇനി വരാൻ പാടില്ല, മോളുടെ ഭർത്താവ് ഇനി ഇവിടെ വരാൻ പാടില്ല. രേവതി, നിൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കും, എൻ്റെ ഭർത്താവിനെ തല്ലിയ കാര്യങ്ങളൊക്കെ ഓർക്കും. അത് ഞങ്ങൾക്ക് വലിയൊരു അപമാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിൻ്റെ ഭർത്താവ് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്ത് ചെയ്യാനാണ്, മറുപടി പറയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. എന്ത് പറയും മറുപടി, എന്ത് ചെയ്യും നമ്മുടെ രേവതി? ആ ഒരു സാഹചര്യത്തിൽ രേവതി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ രേവതി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാവുന്നത്, അവളുടെ ഭർത്താവല്ലേ, അപ്പം നമുക്ക് വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പൊക്കോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടു, പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇവർ നേരെ പോവുകയാണ്. നമ്മുടെ ലക്ഷ്മി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, ആ ഒരു അമ്പലത്തിലേക്ക്, അവരുടെ പൂക്കടയിലേക്കും. നമ്മുടെ രേവതി ആയിക്കോട്ടെ പോകുന്നത് ആ ഒരു മാല ഇടാൻ ഹോട്ടലിലേക്കുമാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മകന് ആഹാരമൊക്കെ മേടിച്ച് കൊടുക്കുകയാണ്. ആഹാരം മേടിച്ചല്ല കേട്ടോ, ആഹാരം പാചകം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങനെ ഇത്രയും അങ്ങോട്ട് ഭാമേനെ നീ സ്നേഹിച്ച് കൊല്ലുന്നത്, നീ സ്നേഹിച്ച് ഭാമേനെ കൊല്ലാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താ മനുഷ്യ, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകേണ്ടി വരുന്നതെന്ന് അറിയില്ല. കാരണം അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്നൊക്കെ നടക്കുന്നത്. എനിക്കൊരു മരുമകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ മരുമകളെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്കൊരു തുള്ളി വെള്ളം തരാൻ അവൾ കാണും, അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്യാരണ്ടി ഒന്നും വെക്കേണ്ട. എപ്പോഴാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം മാറുന്നതെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോകാൻ തുടങ്ങുകയാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക്. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ആ ഒരു ഹോട്ടലിൽ എത്തുകയാണ് കേട്ടോ. ആ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയാണ് രേവതിയോട്. അപ്പം വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടുത്തെ മുതലാളി പറയുകയാണ്, മോളെ നിൻ്റെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞായിരുന്നു, ഏതായാലും കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്, മോളല്ലായിരുന്നു എന്നു ഇവിടെ വന്ന്
പൂ തൂക്കിക്കൊണ്ടിരുന്നത്, ഇവിടെ പൂ മാല ആ ഒരു ഫോട്ടോയിൽ മാല ഇട്ടുകൊണ്ടിരുന്നത് നമ്മുടെ രേവതിയാണ്. കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ രേവതി ആ മാല ഇടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ രേവതിയാണ് ആ മാല അവിടെ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം പറഞ്ഞു, മോളിങ്ങനെ മാല ഇടാത്തത് കൊണ്ട് തന്നെ സത്യമായിട്ടും എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമായിരുന്നോ, എനിക്ക് ആ ഒരു ഐശ്വര്യം ഇല്ലാതെ തോന്നി. മോളുടെ കൈയും കൊണ്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് മാല അണിയിക്കുന്നതാണ് അതിൻ്റേതായ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെന്താ മാമ ഞാൻ തന്നെ അണിയിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല അണിയിക്കുകയാണ്. അങ്ങനെ ആ മാല അവിടെ ഒരു കസേര ഇരുന്നത് എടുത്ത് നിന്ന് നമ്മുടെ രേവതി ആ ഒരു മാല ഇങ്ങനെ ഇടുന്നു. മാല ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു ആ കാഴ്ച എന്താണെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്ര എന്തിനായിരിക്കും ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരിക്കുക? അതാണ് നമ്മുടെ രേവതിയുടെ ആ ഒരു ഇത്. പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുക, എന്തിനായിരിക്കും അമ്മ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരിക്കുക? രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞുമില്ലല്ലോ. എന്തായിരിക്കും? അല്ല, ഭാമയാൻ്റിയുടെ വീട്ടിൽ പോകാമെന്നല്ലായിരുന്നോ പറഞ്ഞത്? എന്തായിരിക്കും എന്ന് പറഞ്ഞ് പതുക്കെ എന്തായാലും ഒന്ന് നോക്കിക്കളയാന്നോർത്ത് നമ്മുടെ ചന്ദ്ര പോകുന്നതിൻ്റെ പുറകെ പതിയെ പമ്മി പോവുകയാണ്. അങ്ങനെ പമ്മി ചെന്നപ്പോഴത്തേക്കും നേരെ നമ്മുടെ ചന്ദ്ര ചെന്നത് സുധിയുടെ റൂമിലേക്ക്. പെട്ടെന്ന് രേവതി സൈഡിൽ കൂടെ ജനലിൽ കൂടെ നോക്കിയപ്പം സുധിയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ചന്ദ്ര ചങ്ക് തകർന്നു പോയെന്ന് വേണം പറയാൻ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ രേവതി സുധിയും ചന്ദ്രയും തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്ര മോൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ മോൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും മോനെ ഇത് നല്ല ഡ്രസ്സാണല്ലോ. അത് അമ്മ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ തുടങ്ങുകയാണെന്ന് പറയുമ്പം ഏതായാലും നന്നായി, നല്ല ഡ്രസ്സ് തന്നെയാണ് മോനെ. ഇത് കൂട്ട് 5-6 കൂടെ മോൻ മേടിക്കണം കേട്ടോ. ഇൻ്റർവ്യൂവിന് പോകുമ്പം നല്ല ഇതായിട്ട് വേണം പോകാൻ. പിന്നെ മോന് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും. എന്ത് ചെയ്യാനാ, ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? നിൻ്റെ തലയിലെഴുത്ത്, അതല്ലാതെ എന്ത് പറയാനാ? നീ എന്തിനാ ആ പെണ്ണിനെ വിശ്വസിച്ച് ആ പെണ്ണിൻ്റെ കൂടെ പോയത് മോനെ? അതുകൊണ്ടല്ലേ ഇപ്പം ഇതൊക്കെ സംഭവിച്ചത്. കയ്യിലിരുന്ന് 50 ലക്ഷം കൊണ്ടുപോവുകയും ചെയ്തു ആ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വീണ്ടും അങ്ങനെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രേവതി വെളിയിൽ നിന്ന് കേൾക്കുന്നു. നമ്മുടെ രേവതിക്ക് വല്ലാണ്ടങ്ങ് ഷോക്കായി പോവുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ അവിടെ നിന്ന് എല്ലാ വിവരങ്ങളും A to Z വരെ നമ്മുടെ രേവതി മനസ്സിലാക്കുകയാണ്. അങ്ങനെ രേവതി അവിടെ നിന്ന് ഇറങ്ങി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്ന് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഇത് രവീന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അച്ഛനോട് ഇത് പറയണോ? ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വഴക്കായി തീരില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ഏതായാലും പറയണ്ട എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രേവതി അവിടെ നിന്നും വീട്ടിലേക്ക് പോരുന്നത്. എങ്കിലും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, ആരോട് പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അതിനിടയിൽ നമ്മുടെ ചന്ദ്ര വന്നിട്ട് അഭിനയം തകർത്തഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രേവതിക്കറിയാം കാര്യങ്ങളൊക്കെ. രേവതി ഒന്നും മിണ്ടുന്നില്ല. ഭാമയുടെ അടുത്ത് ഭക്ഷണം കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞ് തകർത്തഭിനയിക്കുന്ന ചന്ദ്ര. ഇതിൻ്റെയൊക്കെ നടുവിൽ കിടന്ന് നമ്മുടെ രേവതി വീർപ്പ് മുട്ടുന്നൊരവസ്ഥ. ഇതിനിടയിലാണ് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കാണിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരും. ഒരു കിഡ്നിക്ക് എന്തോ കംപ്ലയിൻ്റ് അങ്ങാണ്ടാണ്. അപ്പം കിഡ്നി മാറ്റി വെക്കണം. അപ്പോൾ അതിനൊക്കെ കുറേ പൈസ ചിലവാകും. അതുകൊണ്ട് രവീന്ദ്രനോട് പൈസ ചോദിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ, പക്ഷേ നീ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഞാൻ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുക. അപ്പം നമ്മുടെ രവീന്ദ്രൻ്റെ മനസ്സിൽ വേറൊന്നുമല്ല കേട്ടോ. വാടകക്കാർ, അതായത് അവരുടെ വീട് ഒരെണ്ണം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് അഡ്വാൻസ് മേടിക്കാം. കുറച്ച് 3-4 മാസത്തെ വാടക മുൻകൂട്ടി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടുകാരന് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവിടെയും പ്രശ്നമാകെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. നമ്മുടെ ചന്ദ്ര ആദ്യമേ 50,000 25,000 അങ്ങോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പൈസ മേടിക്കാൻ ചെല്ലുമ്പോഴേക്കും അവിടെ നിന്നും സത്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രൻ അറിയുകയാണ്. വേറൊന്നുമല്ല നമ്മുടെ രവീന്ദ്രൻ അറിയുന്നത്, ചന്ദ്ര അവിടെ നിന്ന് പൈസ മേടിച്ചു കൊണ്ടുപോയി എന്ന സത്യം തന്നെയാണ് അറിയുന്നത്. ഇത് കേട്ടതും വല്ലാണ്ടങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതി അറിഞ്ഞായിരുന്നു കേട്ടോ രവീന്ദ്രൻ ഇങ്ങനെ പൈസ അന്വേഷിക്കുന്നതും. അതുപോലെ തന്നെ രവീന്ദ്രൻ്റെ കൂട്ടുകാരന് വയ്യാത്ത രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും അപ്പോൾ അച്ഛൻ ഇങ്ങനെ പൈസ കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞെന്ന് രവീന്ദ്രൻ രേവതിയോട് പറഞ്ഞായിരുന്നു. അങ്ങനെ രവീന്ദ്രൻ പൈസയുടെ കാര്യം ഏതായാലും വഴിമുട്ടി. ചന്ദ്ര മേടിച്ചുകൊണ്ട് പോയതൊക്കെ അറിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും ആ പൈസ, എന്തിനായിരിക്കും ചന്ദ്ര മേടിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് കേട്ടായിരുന്നു 75,000 അല്ല 50,000 രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരുന്നു വാടകക്കാരൻ്റെ അടുത്ത് നിന്ന് എന്ന് പറയുന്നത് നമ്മുടെ രേവതി കേട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ
നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ല മോളെ, അല്ല പൈസ അച്ഛൻ പൈസയുടെ കാര്യം പോയിട്ട് എന്തായെന്ന് ചോദിച്ചു. അത് പൈസ കിട്ടിയില്ല മോളെ. അതെന്താ കിട്ടാത്തത്? അത് ചന്ദ്രൻ നേരത്തെ മേടിച്ചുകൊണ്ട് പോയി. അവൾ എന്തിനാ പൈസ മേടിച്ചുകൊണ്ട് പോയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ഒരവസ്ഥ. അതേതായാലും നാളെ കാണിക്കുമെന്നറിയില്ല. അപ്പോൾ കാത്തിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വിശേഷങ്ങളൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റു വീഡിയോസ് മറ്റു കഥകളൊക്കെ നമ്മൾ അതിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഫുള്ള് കഥ നമ്മൾ അതിലിടുന്നതായിരിക്കും. ഇപ്പോഴും ഇടയ്ക്കൊക്കെ കഥകൾ ഇടുന്നുണ്ട്. ഇടയ്ക്കെന്നല്ല, നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയൊക്കെ ഇടുന്നുണ്ട്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.